പാലക്കാടൻ രീതിയിലുള്ള 2 തരം ചട്നികളാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് 10 മിനിറ്റ് മതിയാവും. ഈ 2 തരം ചട്നികൾ വളരെ പെട്ടെന്ന് തന്നെ ആർക്കും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം. മീഡിയം സൈസ് 2 സവാള നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഈ ഒരു സവാള വെച്ചിട്ട് 5 പേർക്ക് കഴിക്കാൻ പറ്റിയ ചട്നി നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി വെച്ചിട്ടും ഈ ഒരു ചട്നി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സവാളയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയ ശേഷം ഇതിന് വലിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് വലിയ വലിയ പീസുകളായി തന്നെ നമുക്ക് മുറിച്ചെടുക്കാം. ഇനി നമുക്കിതിനെ മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു കളറ് കിട്ടാനായിട്ടാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു അല്പം പുളി കൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. പുളി ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്തോളൂ. ഇനി നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ തന്നെ ഇതുപോലെ ഒരു പ്രാവശ്യം അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നല്ല തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ തിളച്ച വെള്ളം ചേർക്കുന്നത് കൊണ്ട് ഈ ഉള്ളിയുടെ പച്ച സ്മെല്ലങ്ങ് പോയി കിട്ടും. ഇനി ഇതിനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. ഇതവിടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇത് അല്പം എരിവുള്ളൊരു ചട്നിയാണ്. അതിൻ്റെ എരിവ് കുറയ്ക്കാനായിട്ട് ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ നല്ല പച്ച വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എരിവും വെളിച്ചെണ്ണയുടെ മണവും ചേർന്നൊരു സൂപ്പർ ചട്നി തന്നെയാണ് കേട്ടോ ഇത്. ഈ ഒരു ചട്നി മാത്രം മതിയാവും നമുക്ക് ഇഡ്ഡലിയും ദോശയും ഒക്കെ കഴിക്കാനായിട്ട്. ദോശപ്രേമിയായ എൻ്റെ മോൻ്റെ ഫേവററ്റ് ചട്നിയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് വൈറ്റ് ചട്നി തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി നമുക്കിതിലേക്ക് ചേർക്കാം. 1/4 കപ്പ് ചട്നി കടല ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമുള്ള മുളക് കൂടെ ഇതിലേക്ക് ചേർക്കാം. പച്ചമുളകിന് പകരം വറ്റൽ മുളക് വെച്ചിട്ടും ഈ ഒരു ചട്നി നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടെ നമുക്ക് ചേർക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ വൈറ്റ് ചട്നി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് താളിച്ച് കൊടുക്കാം. ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. അതിലേക്ക് 1 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. ഇനി നമ്മൾ അരച്ചെടുത്ത ചട്നി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം തന്നെ നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് ചൂടായാൽ മാത്രം മതി. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. നല്ല പൂ പോലുള്ള ഇഡ്ഡലിയും ഈ 2 തരം ചട്നികളും ചേർത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി അല്ലേ? ഞാനിതൊന്ന് കഴിക്കട്ടെ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.